പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ മാരുതി സുസുക്കി സ്വിഫ്റ്റ് 2021 മോഡൽ വണ്ടിയാണ്. 2021 മോഡൽ സ്വിഫ്റ്റ് കണ്ട ഈ ഒരു സെറ്റൊക്കെ അയച്ചു വെച്ചിട്ടുള്ള വണ്ടിയുടെ. അപ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് വന്നതാണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ എയർ ബാഗും അയക്കണേ, എയർ ബാഗ് സിമ്പിളായിട്ട് അയക്കുക. സ്റ്റിയറിംഗിൽ എയർ ബാഗ് ഉണ്ട്, അതുപോലെ ഉണ്ടാ പാസഞ്ചർ സൈഡ് എയർ ബാഗും പൊട്ടിയിട്ടുണ്ട്. പാസഞ്ചർ സൈഡ് എയർ ബാഗ് അയക്കണമെങ്കിൽ ഇതുപോലെ ഈ ഡാഷ്ബോർഡ് മൊത്തം അയച്ചെടുക്കണം. ഡാഷ്ബോർഡ് മൊത്തം ഈ ഒരു ഒറ്റ പീസായിട്ട് ഫുള്ളായിട്ടാണ് വരിക. അതിനൊപ്പം എയർ ബാഗും ഇതിൻ്റെ ഈ ഒരു ഇവിടെ പൊട്ടിയല്ലോ, അത് ഈ ഒരു മൊത്തം പീസ് മൊത്തം മാറ്റണം. എയർ ബാഗ് വരുന്ന യൂണിറ്റ് വരുന്ന അടിയിൽ നിന്ന് ബോൾട്ട് ചെയ്തിട്ട് ഉള്ളതാണ്. അത് ആ ബോൾട്ട് ഭാഗം അയച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം ഈ ഡാഷ്ബോർഡും കൂടി അയക്കലാണ്. അപ്പോൾ സ്റ്റിയറിംഗിൽ എയർ ബാഗ് ചെയ്യണമെന്ന് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റിയറിംഗിൽ എയർ ബാഗ് അയക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും വീഡിയോയിൽ സ്കിപ്പ് ചെയ്ത് കാണാൻ, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. ഇവിടെ എയർ ബാഗ് പൊട്ടിയിട്ടുള്ളത്, എയർ ബാഗ് പൊട്ടിയിട്ട് നമ്മൾ മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് വരുന്നത് പറഞ്ഞാൽ 3 സൈഡിലാണ് ഇതിന് ലോക്ക് വരുന്നത്. ഒന്ന് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ, അതുപോലെ റൈറ്റ് സൈഡിൽ, അതുപോലെ താഴെ, ഈ 3 സ്ഥലത്താണ് ഇതിൻ്റെ ലോക്ക് വരുന്നത്. അപ്പം ലോക്ക് വരുന്ന ഭാഗം ഞാൻ കാണിച്ചത്. ജസ്റ്റ് ഈ ഹോളിൽ കൂടെ ഇതിലേക്ക് ഒരു ഹോള് കാണാം കേട്ടോ. ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഹോള് കാണാം. ആ ഹോളിൻ്റെ ഉള്ളിൽ ചെറിയൊരു പിന്നുണ്ട്, കമ്പി. കറക്റ്റ് വെക്കാവില്ല, ഞാനത് എയർ ബാഗ് അയച്ചു വെച്ചതിന് ശേഷം കാണിച്ചു തരാം. ജസ്റ്റ് നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ ഒരു കണക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിന് ആ ഹോളിൽ കൂടെ ഈ ഹോള് കണ്ട, ആ ഹോളിൽ കൂടെ ആ കമ്പി കാണാം. കറക്റ്റ് കണ്ട ഒരു കമ്പി കണ്ട, ഇതിൻ്റെ ഉള്ളിലൊരു കമ്പി കണ്ട. ആ ഒരു കമ്പി കറക്റ്റ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഉള്ളിലേക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. 2 സൈഡും 3 സൈഡും പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മൊത്തത്തിൽ ഇങ്ങോട്ട് പുറത്തേക്ക് കിട്ടാം. ഓക്കെ, ഞാൻ പ്രസ് ചെയ്ത് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് ഇതുപോലെ ജസ്റ്റ് ഇതുപോലത്തെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തുകൂടെ ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ മേലേക്ക് പൊങ്ങി വരും. ഫസ്റ്റത്തെ പ്രസ്സിങ്ങിലുണ്ട ഈ ഒരു ഭാഗം പൊങ്ങി വന്നിട്ടുണ്ടാ. ലെഫ്റ്റ് സൈഡ് ഞാൻ ആദ്യം പ്രസ് ചെയ്തപ്പോൾ ഈ ഒരു ഭാഗം പൊന്തി വന്നിട്ടുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിലും കാണിച്ചു തരാം. ഹോളിൻ്റെ അകത്തേക്ക് കൂടി പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും, പൊങ്ങി വരുന്ന കാണാൻ പറ്റും. ജസ്റ്റ് കറക്റ്റ് ശ്രദ്ധിച്ചാൽ മതി. കണ്ടോ കണ്ടോ, ആ ഭാഗം പൊന്തി വന്നില്ലേ, ആ ഭാഗം പൊന്തി വന്ന് ഇനിയുള്ളത് പറഞ്ഞാൽ താഴത്തെ ഭാഗം. താഴത്തെ ഭാഗത്ത് ഇതിൽ ഇവിടെയാണ് ഹോൾ വരുന്നുണ്ടോ. ഈ ഒരു ഹോള്, ഈ ഒരു ഹോളുണ്ട്. ഈ ഒരു ഹോളിലേക്ക് നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഹോൾ സ്ക്രൂ ഡ്രൈവർ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇങ്ങോട്ട് കിട്ടും. ജസ്റ്റ് ചെറിയ ലോക്ക് കറക്റ്റ് നോക്കിയിട്ട് കറക്റ്റ് കുത്തിയാൽ മതി. ഞാൻ ഇപ്പം ജസ്റ്റ് ക്യാമറ എടുക്കുന്ന കാരണം കറക്റ്റ് എനിക്ക് ഇല്ല അങ്ങോട്ടേക്ക് നോക്കാൻ പറ്റില്ല. വീഡിയോ എടുക്കുന്ന കാരണം കറക്റ്റ് അങ്ങോട്ട് നോക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഏകദേശം വെച്ചിട്ട് ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ അതിലങ്ങ് കുത്തി കൊടുക്കുക. നമ്മൾ അതും കൂടി കുത്തി കൊടുത്തിട്ടുണ്ടാ. അപ്പോൾ എയർ ബാഗ് പുറത്തേക്ക് വന്നിട്ടുണ്ടാ, സിമ്പിളായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വരും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇവിടുത്തെ കണക്ടർ വേറെ ചെറിയൊരു ഇതിൻ്റെ വയറ് കണക്ടർ വെച്ചിട്ട് ജസ്റ്റ് പൊക്കി കൊടുക്കും. ഈ ഒരു മഞ്ഞ ക്ലിപ്പ് മേലേക്ക് പൊക്കി കഴിഞ്ഞാൽ ഈ ഒരു ഇതിൻ്റെ കണക്ഷൻ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ ഹോണിൻ്റെ കപ്ലർ വരുന്നുണ്ട്, ഹോണിൻ്റെ വയർ വരുന്ന ആ കണക്ഷനും കൂടി ഇത് വെച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റും. ജസ്റ്റ് ലോക്ക് ജസ്റ്റ് ഒന്ന് പിടിച്ച് വലിച്ചാൽ മതി. എന്താ ഹോണിൻ്റെ കണക്ഷനും കൂടി നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എയർ ബാഗ് വരുന്നത് ഇങ്ങനെ ഈ ഒരു പൊസിഷനിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ഇതിൽ ലോക്കായി നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു പിന്നാണ്, ഈ ഒരു പിന്നാണ് ലോക്ക് ആകുന്നുണ്ടോ, ഈ ഒരു പിന്ന്. അതുപോലെ ഇവിടെ ഇപ്പുറത്തെ റൈറ്റ് സൈഡ് വരുമ്പോൾ ഈ ഒരു പിന്ന് കണ്ടോ, ഇവിടെ ഈ ഒരു പിന്നും. അതുപോലെ താഴെ വരുമ്പോൾ താഴെ വരികയാണെങ്കിൽ ഇതാ ഈ ഒരു പിന്നാണ് ലോക്കായി നിൽക്കുന്നത്. ആ ലോക്കായി നിൽക്കുന്നത് നമ്മൾ അവിടെ സ്ക്രൂ ഡ്രൈവർ ഇട്ട് സൈഡിൽ കൂടെ സ്ക്രൂ ഡ്രൈവർ ഇടുകയാണെങ്കിൽ ഇതാണ് ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ അവിടെ ജസ്റ്റ് കറക്റ്റ് തട്ടി കൊടുത്താൽ കേട്ടോ. ഇങ്ങനെ തട്ടി കൊടുക്കുക കണ്ടാ, ഒറ്റ ടച്ചിൽ അങ്ങോട്ട് തട്ടി കൊടുത്താൽ മതി. അതുപോലെ റൈറ്റ് സൈഡ്, ബാക്കി 3 സൈഡ് അതുപോലെ തന്നെ ഒരുപോലെ തന്നെ കണ്ടാ, ഇവിടെ അതുപോലെ തന്നെ. അതുപോലെ താഴെ നിന്ന് വരികയാണെങ്കിൽ ഇതാ ഇങ്ങനെ കണ്ടാ, കറക്റ്റ് ജസ്റ്റ് ഇത്രയൊക്കെ ഉള്ളു. അപ്പോൾ ആ ഇത് ലോക്കാവണമെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇത് ഈ ഒരു എയർ ബാഗിൻ്റെ ഈ ഇതിലാണ് ലോക്കാവുന്നുണ്ടാ, ഈ ഒരു ക്ലിപ്പിലാണ് ലോക്കായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ എന്താ ജസ്റ്റ് ഇങ്ങനെ ഇതിൽ ടച്ചായിട്ട് ഇങ്ങനെ ലോക്കായി നിൽക്കും. നമ്മൾ അമർത്തുന്ന സമയത്ത് ആ കമ്പിൻ്റെ ഇടയിൽ ഇത് പോയിട്ട് ഇവിടെ കയറി നിൽക്കും. ഇവിടെ ഇതിൽ കയറി നിൽക്കണം. ഓക്കെ, ഈ ഭാഗം ഈ റൗണ്ടിൽ കയറി നിൽക്കും. ഈ റൗണ്ടിലും അവിടെ ഈ പുറത്ത് സൈഡിലാണെങ്കിൽ ഇവിടെ ഈ റൗണ്ടും. അപ്പോൾ നമ്മൾ ഈ കമ്പി നീക്കുന്നതിനനുസരിച്ച് സൈഡിൽ നിന്ന് കമ്പി
ഈ ലോക്ക് മാറ്റുന്നതനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫ്രീ ആവുകയും പുറത്തേക്ക് വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എയർ ബാഗ്. മാരുതി സുസുക്കി ഞാൻ ഇപ്പോൾ അയച്ച എയർ ബാഗിൽ ഏറ്റവും സിമ്പിളായിട്ട് അഴിക്കാൻ പറ്റുന്ന സാധനമാണ് മാരുതി സുസുക്കിയുടെ ഈ ഒരു എയർ ബാഗ് ഉണ്ട്, സ്റ്റിയറിംഗ് എയർ ബാഗ്. ഇത്രയും സിമ്പിളായിട്ടുള്ള എയർ ബാഗ് ഞാൻ ഇതുവരെ അയച്ചതിൽ ഇത്രയും സിമ്പിളായിട്ടുള്ള വേറൊരു വണ്ടിയുടെ കണ്ടിട്ടില്ല. അപ്പോൾ മാരുതി സുസുക്കി സ്വിഫ്റ്റ് പുതിയ മോഡൽ. അപ്പോൾ ഇതിൻ്റെ എയർ ബാഗാണ് ഏറ്റവും സിമ്പിളായിട്ട് അയക്കാൻ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക. തുടർന്ന് ഇതുപോലെ വീഡിയോ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റു വീഡിയോ കണ്ടുമുട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ.